ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ട് ഇഫ് സിനാരിയോ ആണ്. നമ്മുടെ 4 എംപറേഴ്സ് ചേർന്ന് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിന് മുമ്പ് മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മുടെ ചാനൽ ഏകദേശം 2K സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വീഡിയോ ഇടാൻ കുറച്ചുകൂടെ എൻകറേജ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ എംപറേഴ്സിൻ്റെ സൈഡിലുള്ള പവർ ലെവൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെയിൻലി നമുക്ക് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ ക്രൂ തന്നെ നോക്കാം. നമുക്കറിയാം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലെ മെയിൻ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് 4 പേരാണ്. സോറോ, സാഞ്ചി, ലൂഫി, അതുപോലെ തന്നെ നമ്മുടെ ജിംബ. ഇവരാണ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലെ സ്ട്രോങ്സ്റ്റ് മെമ്പേഴ്സ്. പിന്നെയുള്ള ഫൈറ്റിൽ മറ്റുള്ളവരും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഫൈറ്റിൽ അവരും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ക്രൂ എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് 4 മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെയുള്ളത് നമ്മുടെ ഷാങ്സിൻ്റെ ക്രൂ ആണെങ്കിൽ നമ്മുടെ സെങ്കോക്ക് പറയുന്നുണ്ട് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ക്രൂ നമ്മുടെ ഷാങ്സിൻ്റെ ക്രൂ ആണെന്ന്. അപ്പോൾ അതിൽ ഓരോ മെമ്പേഴ്സിനെ നമുക്ക് ഏകദേശം ഈക്വലായിട്ട് തന്നെ കാണാൻ കഴിയും. പിന്നെ ഷാങ്സിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മുടെ ജയൻസും ഉണ്ടാകും. പിന്നെയുള്ളത് നമ്മുടെ ക്രോസ്കിലാണ്. നമുക്ക് ക്രോസ്കിൽ എത്ര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറവാണെങ്കിലും അതിലുള്ളവർ തന്നെ മതിയാകും. ഏകദേശം നമ്മുടെ മീഹോക്ക് നമുക്കറിയാം ഏകദേശം ഒരു യോങ്കോ ലെവൽ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ക്രോക്കഡൈൽ മുൻ വാർലോഡായിരുന്നു. അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ കൂടിയാണ്. പിന്നെയുള്ളൊരു സ്ട്രോങ്സ്റ്റ് ക്രൂ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ക്രൂ ആണ്. നമുക്കറിയാം ബ്ലാക്ക് ബീഡിൻ്റെ ക്രൂവിൽ എല്ലാവരും സ്ട്രോങ്സ്റ്റ് ഡെവിൽ ഫ്രൂട്ട് യൂസേഴ്സുമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാക്കി യൂസ് ചെയ്യാനും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ക്രൂ വളരെയധികം ഉപകാരപ്പെടാൻ പോകുന്നുണ്ട്. അതുമാത്രമല്ല ബ്ലാക്ക് ബീഡിൻ്റെ കൂടെയാണെങ്കിൽ നമ്മുടെ കൂസാനും ഉണ്ട്. പിന്നെ നമ്മുടെ ലൂഫിനെ സഹായിക്കാൻ പോകുന്ന മറ്റുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ യാമട്ടോ, അതുപോലെ തന്നെ മൊഹമ്മനോസ്കെ, പിന്നെ ബോവ ഹാൻകോക്ക്, നമ്മുടെ കിഡ്, അതുപോലെ ലോ. ഇവരൊക്കെയായിരിക്കും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ സഹായിക്കാൻ പോകുന്നത്. ഇനി ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവരെയൊന്നും ഞാൻ മുന്നോട്ടേക്ക് പറയാം, എല്ലാവരും എനിക്ക് ഇപ്പോൾ എടുത്ത് പറയാൻ പറ്റില്ല. ഇനി നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവരുടെ സൈഡിലും ഉണ്ട്. നമുക്ക് തുടക്കത്തിൽ വേണമെങ്കിൽ വൈറ്റ്സ് അഡ്മിറൽസിനെ വെക്കാം. നമുക്കറിയാം അവർ വളരെ പവർഫുള്ളാണ്. അവർക്കെല്ലാവർക്കും നമ്മളോട് ഹാക്കി യൂസ് ചെയ്യാനും അറിയാം. പിന്നെ നമുക്കറിയാം നമ്മുടെ ഗാർപ്പ് ഒരു വൈസ് അഡ്മിറലാണ്. എന്നിരുന്നാലും നമ്മുടെ ഗാർപ്പിൻ്റെ സ്ട്രെങ്ത് നമുക്കറിയാം ഒരു വൈസ് അഡ്മിറലിനുള്ള സ്ട്രെങ്ത് മാത്രമല്ല നമ്മുടെ ഗാർപ്പിനുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഹാച്ചിനോസിൽ എന്താണ് നമ്മുടെ ഗാർപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗാർപ്പിന് ഇതിലും മുകളിൽ വെക്കാനേ പറ്റും. പിന്നെ നമ്മുടെ 3 അഡ്മിറൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോർമർ ഫ്ലൈറ്റ് അഡ്മിറലായ നമ്മുടെ സെങ്കോക്കു, അതുപോലത്തെ ഇപ്പോഴത്തെ ഫ്ലൈറ്റ് അഡ്മിറലായ നമ്മുടെ സക്കസുക്കി, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത സെറാഫിംസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോളി നൈറ്റ്സ്, പിന്നെ 5 എൽഡേഴ്സ്, പിന്നെ എല്ലാവർക്കും ടോപ്പിലായിട്ട് നമ്മുടെ ഇമ്മൂ സമയം. നമുക്കിവിടെ ഏകദേശം കാണാൻ കഴിയും 2 ഭാഗത്തിലുള്ളവരുടെയും സ്ട്രെങ്ത് ഏകദേശം സെയിം ആണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ചീഫായിട്ടുള്ള കോങ്ങോ ഇതിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പവർ ലെവലൊന്നും നമുക്ക് അറിയില്ലെങ്കിലും എന്തായാലും നമ്മുടെ ഫ്ലീറ്റ് അഡ്മിറലിൻ്റെ മേലെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അപ്പോൾ എന്തായാലും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഓൾഡ് റെയിൽ ഫ്ലീറ്റ് അഡ്മിറലായിട്ടിരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ കോങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ ഫ്ലീറ്റ് അഡ്മിറൽ ആകണമെങ്കിൽ അത്രമാത്രം പവർ ഉണ്ടായിരിക്കണം. മെറീൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ യോങ്കോസിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഏകദേശം 2 മിനിറ്റായി പോയി. പെട്ടെന്ന് ഈ യോങ്കോസ് എല്ലാവരും കൂടെ ടീമപ്പായി തീരുമാനിക്കുകയാണ് നമ്മൾ ഈ വേൾഡ് ഗവൺമെൻറ്റിനെ ടേക്ക് ഡൗൺ ചെയ്യണം. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മൂ സമയുടെ എക്സിസ്റ്റൻസ് നമ്മുടെ യോങ്കോസിന് എല്ലാവർക്കും മനസ്സിലായി. ഇതറിയുന്നതോടെ നമ്മുടെ യോങ്കോസ് എല്ലാവരും കൂടെ ടീമപ്പായിട്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ടേക്ക് ഡൗൺ ചെയ്ത് ഇമ്മൂ സമയെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ യോങ്കോസ് എല്ലാവരും ടീമായി നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെതിരെ തിരിയുന്നത്. അങ്ങനെ ഇത് അറിയുന്ന മെറീൻസ് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ആക്ഷൻ എടുക്കുകയാണ്. അവരവരുടെ മൊത്തം ഫോഴ്സും പിടിച്ചു വരുത്തി നമ്മുടെ യോങ്കോസിനെതിരെ ഒരു ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇവിടെ വരുന്നത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ ക്രൂ ആണ്. നമുക്കറിയാം ഇതൊരു ഓൾ ഔട്ട് ബാറ്റിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ ക്രൂവിന് പെട്ടെന്ന് തന്നെ ബാക്കപ്പ് കിട്ടണം. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ ക്രൂവിന് ഇവിടെ ബാക്കപ്പ് കൊടുക്കാൻ പെട്ടെന്ന് എത്തുന്നത് നമ്മുടെ മറ്റാരുമല്ല നമ്മുടെ ഷാങ്സിൻ്റെ ക്രൂ തന്നെയാണ്. നമ്മുടെ ലൂഫി ആണെങ്കിൽ തൻ്റെ ഷിപ്പിൽ നിന്നിറങ്ങി പകുതിയോളം വൈറ്റ്സ് അഡ്മിറൽസിനെ തൻ്റെ കോൺഗ്രസ് ആക്കി ഉപയോഗിച്ച് അപ്പോൾ തന്നെ നമ്മുടെ ഷാങ്സും തൻ്റെ കോൺഗ്രസ് ആക്കി ഉപയോഗിച്ച് ബാക്കിയുള്ള മെറീൻസിനെയും കൂടെ അവിടെ തന്നെ തീർത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ മെറീൻസ് ഉടൻ തന്നെ നമ്മുടെ അഡ്മിറൽസിനെ ഫീൽഡിലേക്ക് വിടുകയാണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ അഡ്മിറൽസ് ആരൊക്കെയാണെന്ന്. ഫുജിറ്റോറ, അതുപോലെ തന്നെ കീസരു, അതുപോലെ തന്നെ ഗ്രീൻ ബ്ലൂ. ഇവർ 3 പേരും നമ്മുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം യോങ്കോസിൻ്റെ ക്രൂവിനെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷേങ്കിലും നമ്മുടെ ഷാങ്സിൻ്റെ അതുപോലെ തന്നെ ലൂഫിയുടെ ക്രൂ വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഇവർ 3 പേർക്കൊന്നും ഇവരുടെ കൂടെ ഇപ്പോൾ അധികം നേരം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സെങ്കോക്കുയും അതുപോലെ തന്നെ നമ്മുടെ ഗാർപ്പും കൂടെ ബാറ്റിൽ ഫീൽഡിലേക്ക് വരും. ഈ ടൈമിൽ നമ്മുടെ ഷാങ്സ് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ കീസരുടെ കൂടെയോ അതുപോലെ തന്നെ ലൂഫി എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ സോറോ ഫൂച്ചിഡോറയുടെ കൂടെയോ നമ്മുടെ ബെൻബെക്മൻ ഗ്രീൻ ബുളിൻ്റെ കൂടെയും ഫൈറ്റ് ചെയ്യും. മറ്റുള്ളവരെല്ലാവരും കൂടി നമ്മുടെ സെങ്കോക്കുവിനെ ഹാൻഡിൽ ചെയ്യും. ഈ ടൈമിലാണ് നമ്മുടെ ക്രോസ് ഗിൽഡ് ബാറ്റിൽ ഫീൽഡിലേക്ക് വരുന്നത്. അതോടുകൂടി നമ്മുടെ മെറീൻസ് ആകെ പ്രശ്നത്തിലാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോസ് ഗിൽഡിലായിക്കോട്ടെ ക്രോക്കഡൈലും അതുപോലെ തന്നെ മീഹോക്കും ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 5 പേർക്ക് മാത്രം ഇവരെല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ സെറാഫിംസിനെയും കൂടെ ബാറ്റിൽ ഫീൽഡിലേക്ക് വിടുന്നതായിരിക്കും. അപ്പോൾ ഈ സെറാഫിംസ് നമ്മുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് കുറച്ച് എഡിച്ച് കിട്ടുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സെറാഫിംസ് വളരെ സ്ട്രോങ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഓരോ സെറാഫിംസിനെ മറ്റുള്ള റെഡ് ഹെയർ പാഡ്സിനും അതുപോലെ തന്നെ സ്ട്രോ ഹാറ്റ്സിനും ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പക്ഷേങ്കിൽ നമുക്ക് അധികം പേടിക്കാനൊന്നുമില്ല. നമ്മുടെ മീഹോക്ക് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ക്രോക്കഡൈലും ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇവർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നമ്മുടെ സെറാഫിംസിനെ ഡിഫീറ്റ് ചെയ്യും. കാരണം നമ്മുടെ സാഞ്ചി, മീഹോക്ക്, ക്രോക്കഡൈൽ, റെഡ് ഹെയർ പാഡ്സിലെ മറ്റുള്ള മെമ്പേഴ്സും അവിടെ ഉണ്ട്.
അതുകൊണ്ട് സെറാഫിംസും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ യോങ്കോസിന് വലിയ പ്രശ്നമാകുമെന്ന്. പക്ഷേങ്കിൽ ഇവിടെയായിരിക്കും ശരിക്കുള്ള പ്രശ്നം ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇപ്പം നമ്മുടെ ഹോളി നൈറ്റ്സ് ഇറങ്ങുന്നതായിരിക്കും. ഈ ഹോളി നൈറ്റ്സ് നമ്മുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ യോങ്കോസിന് നല്ല രീതിക്കുള്ള ഡിസഡ്വാൻറ്റേജ് ഈ ബാറ്റിൽ ഉണ്ടാകുന്നതായിരിക്കും. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഷംറോക്ക് എത്രമാത്രം പവർഫുൾ ആണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഗംഗു, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ 2 പുതിയ ഹോളി നൈറ്റ്സും വളരെ ടെറിഫൈങ് ആണ്. അതുകൂടാതെ 3 ഹോളി നൈറ്റ്സിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുമുണ്ട്. അപ്പോൾ ഇവർ കൂടെ ബാറ്റിൽ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഹോളി നൈറ്റ്സ് നമ്മുടെ ബാറ്റിൽ ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി നമ്മുടെ യോങ്കോസിന് ഈ ബാറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ക്രൂ കൂടെ ഇവിടെ വരണം. അല്ലാതെ നമ്മുടെ യോങ്കോസിൻ്റെ ക്രൂവിന് ഈ ബാറ്റിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ക്രൂ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ ഹോളി നൈറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റും. എല്ലാ ഹോളി നൈറ്റ്സിനും അല്ലെങ്കിലും ചിലരെയൊക്കെ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാഡ്സിൽ പിടിച്ചു നിർത്താൻ പറ്റും. എങ്കിൽ ഇതുവരെയുള്ള മാച്ചപ്പിൽ നല്ല രീതിക്കുള്ള വ്യത്യാസം വരും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷംറോക്കിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാഡ്സിൽ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ഷംറോക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ഷംറോക്കുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുവരെ നമ്മുടെ ഷാങ്ക്സ് നേരിട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഓപ്പണൻറ്റിനെ നമ്മുടെ ബ്ലാക്ക് ബിയർഡോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാഡ്സിലെ കൂസാനോ നേരിടുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഫൈറ്റ് ഏകദേശം ഒരു ടൈ ആയ നിലയിലായിരിക്കും ഉണ്ടാകുക. നമ്മുടെ 4 യോങ്കോസ് ഇപ്പം നമ്മുടെ ബാറ്റിൽ ഫീൽഡിൽ അസംബിളുമാണ്. അവരുടെ മൊത്തം ക്രൂ ഇപ്പം നമ്മുടെ ബാറ്റിൽ ഫീൽഡിലുണ്ട്. പക്ഷേ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇനിയും പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും നമ്മുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് വരാനുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവർ നമ്മുടെ 5 എൽഡേഴ്സ്, അതുപോലെ തന്നെ ഇമൂസാമ, കോങ്, സാക്കസുക്കി എന്നിവരൊക്കെ നമ്മുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇനിയും വരാനുണ്ട്. ഇവരെല്ലാം നമ്മുടെ ബാറ്റിൽ ഫീൽഡിൽ വന്നാൽ നമ്മുടെ യോങ്കോസിന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മുടെ യോങ്കോസിന് നമ്മുടെ ഈ ബാറ്റിൽ വിജയിക്കണമെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരുടെ സഹായം വേണ്ടി വരും. അല്ലാത്ത പക്ഷം നമ്മുടെ യോങ്കോസ് ഇവിടെ ഡിഫീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. നമ്മുടെ യോങ്കോസിന് കിട്ടാവുന്ന സഹായം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ റെവല്യൂഷണറി ആർമി, പിന്നെ ഉള്ളത് നമ്മുടെ ഓരോ യോങ്കോസിൻ്റെയും ഗ്രാൻഡ് ഫ്ലീറ്റാണ്. അപ്പോൾ ഇവരെയൊക്കെ ആഡ് ചെയ്ത് ഇതിൻ്റെ ബാക്കി വീഡിയോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അതിന് സപ്പോർട്ട് കിട്ടുമോ ഇല്ല എന്നറിയാതെ ഞാൻ ഇതിനെപ്പറ്റി അധികം വീഡിയോ ഇട്ടിച്ച് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ ബൈ.